നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 8 വ്യാഴാഴ്ചയാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് നടക്കുന്ന ഒരു ദിവസമാണ്. RBI മോണിറ്ററി പോളിസി മീറ്റ് ഇന്ന് രാവിലെയാണ്. ഏതായാലും ഇന്ന് മീറ്റിനോടനുബന്ധിച്ച് മാർക്കറ്റ് നല്ല വോളറ്റൈൽ ആവാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക. കൂടാതെ ഇന്നത്തെ മറ്റൊരു ഹൈലൈറ്റ് ആയ വാർത്തയുള്ളത് ആഭ്യന്തര സ്റ്റീൽ വില 45 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റീൽ വ്യവസായം ഒരു സമ്മർദ്ദം നേരിടുന്നു എന്നൊരു മുഖ്യമായ വാർത്ത നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ തുടങ്ങിയ മുൻനിര സ്റ്റീൽ കമ്പനികൾ ഇന്ന് ഫോക്കസിലുണ്ടായിരിക്കും. കൂടാതെ ഇന്നലത്തെ ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വന്നാൽ US മാർക്കറ്റ്, പ്രത്യേകിച്ച് നാസ്ഡാക്ക് 1% മുകളിൽ ഇടിഞ്ഞു. ഇതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് 180 മുതൽ 190 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. ഏതായാലും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഇവന്റ് ഇന്നത്തെ RBI മോണിറ്ററി പോളിസി മീറ്റിംഗ് തന്നെയാണ്. സെൻട്രൽ ബാങ്കുകൾക്ക് ഹ്രസ്വകാല ഫണ്ടുകൾ നൽകുന്ന റിപ്പോ നിരക്ക് 6.5%. 2023 ഏപ്രിൽ മുതൽ സെൻട്രൽ ബാങ്ക് ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇത്തവണയും റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇന്ന് നല്ല വോളറ്റാലിറ്റിക്ക് സാധ്യതയുള്ള ഒരു ദിവസം തന്നെയാണ്. ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക. മറ്റൊരു വാർത്തയുള്ളത് ഇന്ത്യയുടെ സ്റ്റീൽ വ്യവസായത്തെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തയാണ്. ഇന്ത്യയിലെ ആഭ്യന്തര സ്റ്റീൽ വില 45 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. സ്റ്റീൽ സെക്ടറിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ശക്തമായ ഉപഭോഗം ഉണ്ടായി എന്ന് കാണാം. കയറ്റുമതി കുറയുകയും ഇറക്കുമതി വർദ്ധിക്കുകയും ചെയ്തു. വരുന്ന ആഴ്ചകളിൽ വില വർദ്ധിക്കാനാണ് സാധ്യത എന്ന് വ്യവസായ എക്സിക്യൂട്ടീവുകൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സ്റ്റീൽ വ്യവസായത്തിൽ ഇന്ത്യ നേരിടുന്ന മുഖ്യമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് നോക്കാം. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിലെ മാന്ദ്യം പോലുള്ള ആഗോള ഘടകങ്ങൾ കാരണം ആഗോള സ്റ്റീൽ വില കുറഞ്ഞു. ഇത് ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി വർദ്ധിക്കാനുള്ള കാരണമായി. ഏതായാലും ഫസ്റ്റ് ക്വാർട്ടറിൽ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി വർഷം തോറും 27% വർദ്ധിച്ചത്. അതേസമയം കയറ്റുമതി കുറയുകയും ചെയ്തു. സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ സ്റ്റീൽ വ്യവസായം പ്രതിസന്ധിയിലാകും എന്ന് തന്നെയാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു വാർത്ത നമ്മുടെ ഇന്ത്യയിലെ സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തയാണ്. അവരുടെ പ്രോഫിറ്റ് മാർജിനുകൾ ഇത് കുറയ്ക്കും. കോമ്പറ്റേറ്റീവ് പ്രഷർ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ എന്നത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽ ആണ്. ഇതിന്റെ വില കുറയ്ക്കുന്നത് ഇൻഫ്ലേഷൻ ഒരു പരിധിവരെ കുറയാൻ സഹായിക്കുകയും ചെയ്യും. ഇനി കമ്പനികൾ പ്രത്യേകം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, സെയിൽ, ജിൻഡാൽ സ്റ്റീൽ, NMDC തുടങ്ങിയ കമ്പനികൾക്ക് ഇത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് സ്റ്റീൽ സെക്ടർ ഫോക്കസിലുണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്തതും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ്. ജപ്പാനിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി കൂടുതൽ ചെലവേറും. ജപ്പാൻ കറൻസിയായ യെന്നിന്റെ മൂല്യം വർദ്ധിക്കുന്നതിനാൽ ഉയർന്ന ഇറക്കുമതി ചെലവ് ഇന്ത്യ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതിനാൽ ഇന്ത്യയിലെ വിവിധ മേഖലകളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജപ്പാനിൽ നിന്നും ധാരാളമായി ഇമ്പോർട്ട് ചെയ്യുന്ന മാനുഫാക്ചറിംഗ് ആൻഡ് മെഷീനറി ഉൽപ്പന്നങ്ങൾ, ന്യൂക്ലിയർ റിയാക്ടറുകൾ, ബോയിലേഴ്സ്, മെഷീനറികൾ തുടങ്ങിയവ ബാധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇലക്ട്രോണിക്സിൽ നമ്മൾ കൂടുതലായിട്ട് ജപ്പാനെയാണ് ആശ്രയിക്കുന്നത്. ഇലക്ട്രിക്കൽ മെഷീനറി, സൗണ്ട് റെക്കോർഡേഴ്സ്, TV തുടങ്ങിയവ ബാധിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, കോപ്പർ ആൻഡ് ആർട്ടിക്കിളുകൾ, സ്റ്റീൽ ആൻഡ് അയൺ എന്നിവയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്തതായി പുറത്തു വന്ന Q1 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 450 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 41.4% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 3.4% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. 3331.6 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. അടുത്തതായി അപ്പോളോ ടയേഴ്സിന്റെ റിസൾട്ടിലേക്കാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 302 കോടി രൂപയാണ്. അതായത് 23.9% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 1.4% ഇടിവ് വന്നിരിക്കുന്നു. 6334.9 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. എബിറ്റ മാർജിൻസും ഇടിഞ്ഞതായി കാണാം. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി സുല വൈൻയാർഡ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 6.6% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. 14.6 കോടി രൂപയിലാണ് ഇപ്പോൾ ഉള്ളത്. റവന്യൂവിൽ 11.4% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. 121 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 11.5% വർധനവാണ് വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന ഫെസ്റ്റിവൽ സീസണൊക്കെ മുന്നോടിയായി നല്ല പെർഫോമൻസ് ആണ് ഇനി ക്വാർട്ടർ സെക്കൻഡിൽ കാഴ്ചവെക്കാൻ സാധ്യതയുള്ളത് എന്ന് കമ്പനി പറയുന്നു. അടുത്തത് NHPC ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 1.2% വർധനവും റവന്യൂവിൽ 2.3% ഇടിവുമാണ് വന്നിരിക്കുന്നത്. എബിറ്റയിൽ 2.8% ഇടിവും വന്നിരിക്കുന്നു. അടുത്തതായി ഹിൻഡാൽകോവിന്റെ സബ്സിഡറിയായ നോവിൽസിന്റെ
Q1 റിസൾട്ടിലേക്കാണ്. നെറ്റ് ഇൻകത്തിൽ 3% ഇടിവാണ് വന്നിരിക്കുന്നത്. നെറ്റ് ഇൻകം എക്സ്ക്ലൂഡിംഗ് സ്പെഷ്യൽ ഐറ്റംസിൽ 32% വർധനവ് വന്നിരിക്കുന്നു. എബിറ്റയിൽ 19% വർധനവാണ് വന്നിരിക്കുന്നത്. ബാലാജി അമിനീസ് ആണ് മറ്റൊരു കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 32% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂവിലും 17% ഇടിവ് കണ്ടിരിക്കുന്നു. അടുത്തത് ITD സിമെന്റേഷൻ ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 91.4% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 30% വർധനവും വന്നിരിക്കുന്നു. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് നമുക്ക് പറഞ്ഞു പോകാം. ബാക്കിയുള്ള കമ്പനികളുടെ എല്ലാ റിസൾട്ടുകളും നമ്മൾ ഇവിടെ ആദ്യം ഐഷർ മോട്ടോഴ്സ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ABB ഇന്ത്യ, ഓയിൽ ഇന്ത്യ, ഭാരത് ഫോർജ്, ബയോകോൺ, ആസ്ട്രൽ, ആസ്ട്രാസെനിക്ക ഫാർമ, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ്, ഇർക്കോൺ ഇന്റർനാഷണൽ, മിൻഡ കോർപ്പറേഷൻ, MRF, പേജ് ഇൻഡസ്ട്രീസ്, RVNL, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ശോഭ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ക്യാപിറ്റൽ, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബി സോഫ്റ്റ്, GNFC, ഹിൻഡ് കോപ്പർ, ഇന്ത്യ സിമെന്റ്, ഇന്ത്യ മാർട്ട്, LIC ഹൗസിംഗ് ഫിനാൻസ്, മണപ്പുറം, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റി വീണ്ടും 24,300 റീക്ലെയിം ചെയ്തു. നിഫ്റ്റിയിലെ 90% സ്റ്റോക്കുകളും ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ് ഇൻഡെക്സ് ഇന്നലെ ഔട്ട് പെർഫോം ചെയ്തു. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ശ്രീരാം സിമെന്റ് Q1 റിസൾട്ടുകൾക്ക് ശേഷം ഇടിഞ്ഞു. ബാറ്റ ഏർണിംഗ്സിന് ശേഷം 4% ഇടിഞ്ഞു. പോസിറ്റീവ് മാനേജ്മെന്റ് കമന്ററിയെ തുടർന്ന് കുമ്മിൻസ് 8% ഉയർന്നു. ഓട്ടോ സ്റ്റോക്കുകളിൽ ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും കണ്ടു. ഇന്നലെ രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞ മുഖ്യമായ ഒരു വാർത്തയായിരുന്നു ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സിൽ റിയാലിറ്റി സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കും എന്ന്. അത്തരത്തിൽ റിയാലിറ്റി സ്റ്റോക്കുകൾ വലിയ നേട്ടം ഇന്നലെ ഉണ്ടാക്കി. നിഫ്റ്റിയിലേക്ക് 24,297 304 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരു ഗംഭീര ഓപ്പണിംഗ് ലഭിച്ച നിഫ്റ്റി പിന്നീട് ഒരു ചെറിയ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത്. ഡൗൺ സൈഡിൽ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,130 ഉള്ള ലെവൽ, അതായത് 40-ഡേ EMA ഉള്ള ലെവലാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 24,500 മുതൽ 24,600 വരെയുള്ള ഒരു ലെവൽ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിഫ്റ്റിക്ക് കൂടുതൽ സ്ട്രെങ്ത് ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ്. 24,440 20-ഡേ EMA ഉള്ളത്. മാത്രമല്ല ബോളിഞ്ചർ ബാൻഡിന്റെ ഒരു മിഡിൽ ലെവൽ ഉള്ളത് 24,500 550 ലെവലിലാണ്. അതുകൊണ്ട് തന്നെ അപ്സൈഡിൽ പ്രധാനപ്പെട്ട ലെവലുകൾ ഭേദിച്ച് മാത്രമേ നിഫ്റ്റിക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ് 50 EMA, അതായത് 23,980 ലെവലാണ്. ഈ ലെവലാണ് നിഫ്റ്റിക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചത്. അതിന് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് 50-ഡേ EMA നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. 4 ദിവസത്തെ റെഡ് ക്യാൻഡിലിന് ശേഷം ഇന്നലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നു. ഒരു ഡോജി ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇൻഡിസിഷൻ ആണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം 25,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,800 സ്ട്രൈക്കിലും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,100 സ്ട്രൈക്കും അതിനുശേഷം 23,500 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,100ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 24,300 സ്ട്രൈക്കിൽ 255% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. നല്ല ശക്തമായ ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 9% മാത്രം വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തതായി 24,250 സ്ട്രൈക്കിൽ 20% ഇടിവാണ് കോൾ സൈഡിൽ. അതായത് ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. എന്നാൽ പുട്ട് സൈഡിൽ 283% വർധനവ് കാണാം. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ഈ 24,250 സ്ട്രൈക്കിലുള്ളത്. അതായത് വ്യക്തമായ ഒരു മുൻതൂക്കം പുട്ട് സൈഡിൽ തന്നെ കാണാം. അടുത്തത് 24,350 സ്ട്രൈക്കിൽ 129% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, 29% വർധനവ് കോൾ സൈഡിൽ ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 371 പോയിന്റ്സ് ഉയർന്ന് 50,119 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ ഫോം ചെയ്ത ക്യാൻഡിലും ഒരു റെഡ് ക്യാൻഡിൽ തന്നെയായിരുന്നു. മാത്രമല്ല ലോവർ ഹൈസ് ആണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഫോം ചെയ്യുന്നത്. അതായത് ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ബാങ്ക് നിഫ്റ്റിക്ക് കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 49,850 ലെവലിലാണ് 100-ഡേ EMA ഉള്ളത്. ആ ലെവലിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൗൺസ് ബാക്ക് ലഭിച്ചത്.
എന്നാൽ കഴിഞ്ഞ 3 ദിവസമായും ഈ ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി തിരിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ 100 ഡേ EMA നമ്മൾ പ്രത്യേകം വാച്ച് ചെയ്യേണ്ട ഒരു ലെവലായി മാറിക്കഴിഞ്ഞു. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം കോൾ സൈഡിൽ 51,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 50,000 സ്ട്രൈക്കിലും അതിനുശേഷം 52,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000-ആണ്. അതിനുശേഷം 49,000-ഉം അതിനുശേഷം 49,500 സ്ട്രൈക്കുമാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 16.17-ൽ 13.73% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഇടിയുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെയും സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. 3,314 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIS ആവട്ടെ 3,801 കോടി രൂപയ്ക്ക് ബൈ ആണ് ചെയ്തത്. വലിയ സെല്ലിങ്ങിൽ തന്നെയാണ് FIS ഉള്ളത്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് മാത്രം 20,000 കോടി രൂപയ്ക്ക് മുകളിൽ അവർ സെല്ല് ചെയ്ത് കഴിഞ്ഞു. US മാർക്കറ്റിലേക്ക് US സ്റ്റോക്കുകൾ ബുധനാഴ്ച ഇടിഞ്ഞു. നാസ്ഡാക്ക് 1% ഇടിഞ്ഞത്. 10-year ട്രഷറി ബോണ്ട് ലേലത്തിലെ ദുർബലമായ ഡിമാൻഡ് നിക്ഷേപകർക്കിടയിൽ ആശങ്കയുണ്ടാക്കി. കൂടാതെ ടെക്നോളജി സ്റ്റോക്കുകൾ ഇടിഞ്ഞത് വാൾസ്ട്രീറ്റ് ഇടിയാനുള്ള ഒരു കാരണമായി. ഡൗ ജോൺസ് 0.60% ഇടിഞ്ഞു. S&P 500 0.77% ഇടിഞ്ഞത്. നാസ്ഡാക്ക് ആണ് വലിയ നഷ്ടമുണ്ടാക്കിയത്, 1% മുകളിൽ ഇടിഞ്ഞു. ഇൻഡെക്സിൽ പ്രധാന ഡ്രാഗറായി മാറിയത് ടെക്നോളജി സെക്ടർ തന്നെയായിരുന്നു. 1.4% ഇടിഞ്ഞത്. ഇപ്പോൾ US-ലെ ഇൻവെസ്റ്റേഴ്സിനിടയിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. US-ൽ റിസഷൻ ഉണ്ട്, അതിന്റെ വിഷയങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല US-ലെ മോശം റിസൾട്ടുകൾ, അതും വലിയ കമ്പനികളിൽ നിന്ന് വന്നത് ഒരു ആഘാതം തന്നെയാണ്. ഇതുകൂടാതെ പൊളിറ്റിക്കൽ അൺസർട്ടൈനിറ്റി കൂടി ഇപ്പോൾ നിലവിലുണ്ട്. ഇത്രയുമാണ് US-ൽ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. ഇനി ഇന്നലെ സ്റ്റോക്കുകളിൽ വലിയ ഇടിവിലേക്ക് പോയത് വാൾട്ട് ഡിസ്നി ആയിരുന്നു. 4.5% ഇടിഞ്ഞു. സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് 20% ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷം ഇടിഞ്ഞത്. റൈവൽ ഡെൽ 4.9% ഇടിഞ്ഞു. ഇന്ന് വ്യാഴാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ വാർണർ ബ്രോസ് ഡിസ്കവറി, ബംബിൾ തുടങ്ങിയ സ്റ്റോക്കുകളുടെ റിസൾട്ടുകളാണ് ഇന്ന് വരുന്നത്. ജൂലൈ മാസത്തെ പേറോൾ റിപ്പോർട്ടാണ് തിങ്കളാഴ്ച മാർക്കറ്റ് ഇടിയാൻ കാരണമായത്. ഇന്ന് ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ പുറത്തുവരും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഇടിയാൻ കാരണമായ പേറോൾ ഡാറ്റ നിർണായകമായതുകൊണ്ട് തന്നെ ഇന്നത്തെ ജോബ്ലെസ് ക്ലെയിംസും പ്രധാനപ്പെട്ടത് തന്നെയാണ്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 0.10% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1.37% ഇടിഞ്ഞു. HDFC ബാങ്ക് 1.87% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ICICI ബാങ്ക് 0.22% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 1% മുകളിൽ നേട്ടമുണ്ടാക്കി. റിലയൻസ് ഇൻഡസ്ട്രീസ് 1% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഡൗ ജോൺസ് 0.08% ഇടിവിലും S&P 500 0.08% തന്നെ ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 1.75% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.50% ഉയർന്നു. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.90% ഇന്നലെ ഉയർന്നത്. മാത്രമല്ല പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 1.56% നേട്ടമാണ് ഉണ്ടാക്കിയത്. ബാങ്കിംഗ് സ്റ്റോക്കുകൾ വലിയ നഷ്ടമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയത്. എന്നാൽ ഇന്നലെ അവിടെ ഒരു ബാങ്കിംഗ് സ്റ്റോക്കുകളിൽ ഒരു തിരിച്ചുവരവ് കണ്ടു. 3% ഉയർന്നു. ഫിനാൻഷ്യൽ സർവീസ് 2.36% നേട്ടവും ഉണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഡാക്സ് 0.46% നേട്ടത്തിൽ, CAC 0.64% നേട്ടത്തിലും, FTSE 0.37% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. 2 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,180 എന്ന നിലയിലാണ്. 205 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് 180 മുതൽ 190 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 1.06% ഇടിവിൽ. ഹോങ്കോങ് മാർക്കറ്റ് 0.62% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ ക്രൂഡ് ശേഖരം കുറയുകയും മിഡിൽ ഈസ്റ്റിൽ ഉയർന്ന പിരിമുറുക്കം തുടരുകയും ചെയ്യുന്നതിനാൽ US ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് ബുധനാഴ്ച 2% നേട്ടമുണ്ടാക്കി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $78.43 പെർ ബാരൽ എന്ന നിലയിൽ 0.08% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $75.42 പെർ ബാരൽ എന്ന നിലയിൽ 0.25% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എല്ലാം നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.